പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 24 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്. ശ്രേഷ്ഠമായി നടത്തിയ കർത്താവിന് കരം ഉയർത്തിക്കൊണ്ട് ആ നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ കർത്താവ്. അതിനായിട്ട് കരം ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, ആമേൻ, അത്ഭുതമായി നടത്തുന്ന കർത്താവിന് നമുക്കൊന്ന് സ്തോത്രം പറഞ്ഞാലോ. കർത്താവെ, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്താൻ പോവുകയാണല്ലോ, അതിനായിട്ട് സ്തോത്രം. അതിശയമായി ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു. അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലവും അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണമായി ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഒന്നിനും കുറവില്ലാതെ ഇന്ന് പകൽക്കാലം ഞങ്ങളെ നടത്തുന്ന നല്ല ഇടയനായ ഞങ്ങളുടെ അപ്പയ്ക്ക് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ സ്തോത്രം പറയുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങ് വാക്കുമാറാത്തവനാകുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങേ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ 122 സങ്കീർത്തനം അതിൻ്റെ ആരംഭവാക്യം, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ, ആമേൻ, യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അതിൻ്റെ 9ാമത്തെ വാക്യം, നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയ നിമിത്തം ഞാൻ നിൻ്റെ നന്മ അന്വേഷിക്കുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ നമുക്കും ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഓരോ നാളും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് വിടുവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്ന ദൈവമാകിയാൽ സ്തോത്രം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊൻമുഖത്തേക്ക് നോക്കുക. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞു. ഓരോരുത്തരും വ്യക്തിപരമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും. തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിൽ ഇന്നു പകൽ യേശുവിൻ്റെ നാമത്തിൽ ചില മിറക്കിൾസ് സംഭവിക്കട്ടെ. ആമേൻ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്ങ് നല്ല വൈദ്യനാകുന്നു എന്ന് അങ്ങയുടെ തിരുവെഴുത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞാൻ നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അങ്ങയുടെ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ അടിപ്പിടരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ കർത്താവേ, ഇന്ന് ഏത് രോഗമായാലും നിൻ്റെ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് വായ്ക്കകത്തൊക്കെയുള്ള അസ്വസ്ഥതകൾ, വായ്ക്കകത്ത് അൾസറുകൾ വന്നതും വായ്ക്കകത്ത് സ്കിന്നിനകത്തുണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങളുമൊക്കെ ഇപ്പോൾ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. തൊണ്ടയ്ക്കകത്തുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് മാറട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെട്ട് ആമേൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ആമേൻ ഇപ്പോൾ നടക്കട്ടെ. അതുപോലെ ബ്ലഡിനകത്ത് പ്രോട്ടീൻ ലെവൽ കൂടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. യൂറിനകത്തൂടെ പ്രോട്ടീൻ്റെ ലെവൽ കൂടുതലായി പുറത്തു പോകുന്നു. അത് മുഖാന്തരം ആമേൻ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. കിഡ്നിയുടെ ഫിൽട്ടറിങ്ങിന് പ്രോബ്ലം വന്നിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഓർമ്മക്കുറവ്, ആമേൻ, അത് മുഖാന്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ഓർമ്മക്കുറവുകൾ മാറട്ടെ.
അത്ഭുതം സംഭവിക്കട്ടെ. അതുപോലെ കൈകളുടെ വിറയൽ, ഒന്നും എന്തെങ്കിലും എടുക്കുവാൻ തുടങ്ങുമ്പോൾ കൈകൾ വിറയ്ക്കുന്ന അനുഭവങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവേ, ഈ പ്രഭാതത്തിൽ സാമ്പത്തികമായ ആവശ്യങ്ങളിൽ വിടുതൽ കൊടുക്കണമേ. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, തക്ക സമയത്ത് വഴി തുറന്നു കൊടുക്കണമേ. കർത്താവേ, കുടുംബജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരണം. ഇത് കേൾക്കുന്ന എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവേ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. നിൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനകത്ത് അത്ഭുതങ്ങൾ നടക്കട്ടെ. ഈ പകൽക്കാലം ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. പ്രത്യേകിച്ച് കർത്താവേ, ഇന്നത്തെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ബ്ലസ് ചെയ്യുന്നു. നമ്മുടെ സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായി തീരണം ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ, രാവിലെ 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആലോചന 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 30-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ്. ദാവീദ് വലിയ കഷ്ടതയിലായി. ദാവീദ് വലിയ അഭിഷിക്തനാണ്. ദാവീദ് വലിയ കഷ്ടത്തിലായി. നമ്മളോട് ഓരോ പ്രാവശ്യവും നമ്മളിത് കേൾക്കുമ്പോൾ നമുക്കൊരു ബോധ്യം വേണം, ദൈവാത്മാവാണ് എന്നോട് സംസാരിക്കുന്നത്. ഏതൊരു അഭിഷക്തനാണെങ്കിലും അദ്ദേഹത്തിലൂടെ സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായ ദൂതുകൾ തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വേണം നമ്മൾ ഇരിക്കുവാൻ കേട്ടോ. അപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അവിടെ പറഞ്ഞിരിക്കുന്നത്, ബട്ട് ഡേവിഡ് എൻകറേജ്ഡ് ഹിംസെൽഫ് ഇൻ ദ ലോർഡ് ഹിസ് ഗോഡ്. ദാവീദ് അവൻ്റെ ദൈവത്തിൽ എൻകറേജ്ഡായി, അല്ലെങ്കിൽ ധൈര്യപ്പെട്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ചെറുപ്പക്കാരനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും മുൻപോട്ട് പോകണമെങ്കിൽ എന്നെ ആരെങ്കിലും എൻകറേജ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് പ്രയാസമാണ്. റിസൾട്ടുകൾ കാണാതെ വരുമ്പോൾ, നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ ഞാൻ ഡിസ്കറേജ്ഡായി പോകും, അങ്ങ് തളർന്നു പോവുകയും പിന്നെ തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ മടങ്ങിപ്പോകുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. അന്നേരം പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പറഞ്ഞതാണ്, അതായത് ദാവീദിൻ്റെ ജീവിതത്തിൽ, ദാവീദിനെ ആ അധ്യായം നമ്മൾ ആരംഭം മുതൽ നോക്കുമ്പോൾ നമുക്കറിയാം, ദാവീദിൻ്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമോലോക്യർ തെക്ക് ദേശവും സിക്ലാഗും ആക്രമിച്ചു. സിക്ലാഗിനെ ജയിച്ചു. അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരെയും ചെറിയവരെയും അവരുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാത്തിനെയും പിടിച്ചുകൊണ്ടുപോയി. ദാവീദിൻ്റെ ഭാര്യമാരെല്ലാം പിടിച്ചുകൊണ്ടുപോയി. അപ്പം 4-ാം അധ്യായം 4-ാം വാക്യം വന്നപ്പോൾ 30-4 വന്നപ്പോൾ, അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതെ വാകുവോളം ഉരക്കെ കരഞ്ഞു. കാരണം സംഭവിച്ചത് മനസ്സിലായി. അതുകൊണ്ട് ദാവീദ് കരഞ്ഞു. ദാവീദ് ഫാക്റ്റിനെ, അല്ലെങ്കിൽ അവിടെ നടന്ന സംഭവത്തെ അംഗീകരിച്ചു. അദ്ദേഹം കരയുവാനിട വന്നു. പക്ഷേ കൂടെയുള്ളവർക്കെല്ലാം ദേഷ്യമായി. കൂടെയുള്ളവരെല്ലാം ദാവീദിനെ ഒറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞു, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നഷ്ടമായി കഴിഞ്ഞപ്പോൾ, അവരുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും നഷ്ടമായി കഴിഞ്ഞപ്പോൾ ലീഡറിനോട് ദേഷ്യമായി. ലീഡറിനെ കല്ലെറിയണം എന്നുള്ള തീരുമാനത്തിലേക്കായി. അതായത് ദാവീദിനെ കല്ലെറിയണം എന്ന് ജനം പറഞ്ഞു. അപ്പോൾ ദാവീദിനെ അവിടെ വെച്ച് വേണേൽ പിന്മാറിപ്പോകാം. അപ്പോൾ ആരും ദാവീദിനെ സഹായിക്കുവാനോ, ആരും ദാവീദിനോടൊരു നല്ല വർത്തമാനം പറയാനോ, ദാവീദിനെ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ, നോ പ്രോബ്ലം, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറയുവാനോ ഒന്നും ദാവീദിൻ്റെ കൂടെ ആളുമില്ല. പക്ഷേ വേദോസം പറയുക, ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ എൻകറേജ് ആയി. തൻ്റെ ദൈവത്തിൽ ദാവീദ് സ്വയമേ അങ്ങ് എന്ത് ചെയ്തു? ആശ്വസിച്ചു. ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും. ആമേൻ. എൻ്റെ കർത്താവിനാൽ എനിക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. എൻ്റെ കർത്താവിനാൽ എനിക്ക് ജയമെടുക്കാൻ കഴിയും എന്ന് ദാവീദ് സ്വയമേ ഡിക്ലെയർ ചെയ്തു. അല്ലാതെ ദാവീദിനെ സഹായിക്കാനോ, ദാവീദിനൊരു പോസിറ്റീവായ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുവാനോ, ദാവീദിനെ തോളെ തട്ടി നോ പ്രോബ്ലം, നിനക്ക് ജയിക്കാൻ കഴിയുമെന്ന് പറയാനൊന്നും ആളില്ലായിരുന്നു. അപ്പോൾ ദാവീദിനെ സംബന്ധിച്ച് ദാവീദ് എന്ത് ചെയ്തു? തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. നമ്മളെ സംബന്ധിച്ച് നമുക്കുള്ള വാഗ്ദത്തം ഇതാ. നമ്മളോട് പറഞ്ഞു, യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. ഈ ലോകത്തിലുള്ള ആര് നമ്മളെ കൈവിട്ടാലും യേശു നമ്മളെ കൈവിടത്തില്ല. അവൻ എന്നേക്കും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നെന്നും ജീവിക്കുന്ന കർത്താവ്. ആ യേശു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾ ഡിസ്കറേജ്ഡ് ആകുന്നത്? ആരൊക്കെ മാറിപ്പോയാലും യേശു നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളോട് പറയും. ദാവീദിനോട് പറയാൻ ആളില്ല, പക്ഷേ യേശു നമ്മളോട് പറയും, ഡോണ്ട് വറി, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നോട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാം, ഞാൻ നിന്നിലൂടെ വലിയ പ്രവൃത്തികൾ ചെയ്യും എന്ന് യേശു നമ്മളോട് പറയും. ഇവിടെ ദാവീദിനോട് പറയാൻ ആളില്ലായിരുന്നു.
മനസ്സിലായോ? ദാവീദിനെ എൻകറേജ് ചെയ്യാൻ ആളില്ലായിരുന്നു, ദാവീദിന് ആശ്വാസം കൊടുക്കുവാൻ ആളില്ല. പക്ഷേ നമ്മുടെ കൂടെ യേശുവുണ്ട്. ആ യേശു നമ്മളോട് പറയും, മോനെ നീ ധൈര്യമായിട്ടിരിക്കും, നീ മുൻപോട്ട് പോകും, ഞാൻ നിൻ്റെ കൂടെ ഇരുന്ന് ഞാൻ നിന്നെ ഒരു അത്ഭുതമാക്കാൻ ഞാൻ മതിയായവനാണെന്ന് പറയും. ആ ശബ്ദം കേൾക്കുവാൻ ഓരോ ദൈവവൈതലും തയ്യാറാകണം. മഹത്വം നമ്മുടെ അകത്തിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമായി തീർന്നു. ആമേൻ. ആ ദൈവം മന്ദിരമായി തീർന്ന നമ്മളിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? നോ വറീസ്. തകർന്നു പോകരുത്, തളർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. അല്ലേ പിന്നെ അവരാരും എന്നെ സഹായിക്കില്ല. ദാവീദിന് വേണ്ടി അങ്ങനെ ചിന്തിക്കായിരുന്നല്ലോ. എടാ, എൻ്റെ കൂടെ നടന്ന സഹോദരന്മാരാരും അവരെല്ലാം എന്നെ കല്ലെറിയണമെന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ പിന്നെ വേണ്ട എന്ന് വേണേൽ വെക്കാമായിരുന്നു. അതുകൊണ്ട് കയ്പും കല്ലുകടിയും കണ്ണുകടിയും ഒന്നും മനസ്സിൽ വെക്കാതെ ദാവീദ് ദൈവത്തിൽ ബലപ്പെട്ടതുപോലെ അവരെന്നെ താങ്ങിയില്ല, അവരെന്നെ സഹായിച്ചില്ല എന്ന് പറയാതെ ദൈവത്തിൽ ബലപ്പെട്ട് അത്ഭുതമാകാൻ ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് ആമേൻ നമ്മളെ ഓർപ്പിക്കുക. എന്ത് ചെയ്യണം? ഒറ്റപ്പെടുന്ന അവസ്ഥകൾ വരുമ്പോൾ, ഡിസ്കറേജ്ഡ് ആകുമ്പോൾ, നിരാശപ്പെട്ടു പോകുമ്പോൾ ദൈവവചനത്തെ വിശ്വാസത്തോടെ വിളിച്ചു പറയണം. എൻ്റെ കൂടെ കർത്താവ് ഉള്ളതുകൊണ്ട് ഞാൻ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ആമേൻ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തന്ന വിജയങ്ങളെ നമ്മൾ ഓർക്കണം. ആമേൻ. എന്നിട്ട് അവിടെ നിന്നിട്ട് മുറിവുകളെ ഉണക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ നമ്മളെ സഹായിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് മനസ്സിൽ വരുന്ന ഭാരത്തെ ജയിക്കുന്ന രീതിയിൽ ദൈവത്തെ ആരാധിക്കണം. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങെനിക്ക് വഴി കാണിച്ചെന്നാണ്ട്, അങ്ങൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം, അങ്ങനെ വഴി കാണിച്ച് ഹല്ലേലൂയ എന്നെ സഹായിക്കണമെന്ന് പറയുക. പിന്നെ നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ വിശ്വാസം ചിന്തിക്കുക, വിശ്വാസം പറയുക, അത്ഭുതങ്ങൾ കാണുക, അത്ഭുതങ്ങളെ കാണുക. നമ്മൾ കാണണം ദൈവം നമ്മളിലൂടെ അത്ഭുതങ്ങളെ ചെയ്യുന്നത്. ഇത് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, ഏകനായി ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുന്ന അനേകർ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. ആരും അവരെ ആശ്വസിപ്പിക്കുവാനില്ല, അവരോടൊരു നല്ല വർത്തമാനം പറയുവാൻ ആരുമില്ല. കർത്താവേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ നിരാശകളും മാറിപ്പോട്ടെ, എല്ലാ തളർച്ചകളും മാറിപ്പോട്ടെ, ദൈവിക ആശ്വാസം തൻ്റെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ, ഇതിനകത്തുനിന്ന് ആരും തളർന്നു പോകരുത്, ആരും പിന്മാറി വീണു പോകരുത്. പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തിപ്പറയാൻ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.